ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഭാഗ്യവചനധാര എന്ന ബൈബിൾ പഠന പരമ്പര 2024 ഡിസംബർ 1 തീയതി മുതൽ ഏവരും പ്രവർത്തിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. 1 ദിവസം ബഹുമാനപ്പെട്ട ഐസക് അച്ഛൻ സങ്കീർത്തനം 1 അധ്യായം പറഞ്ഞിരിക്കുന്ന ഭാഗ്യാവസ്ഥയ്ക്ക് എന്തെല്ലാം പാലിക്കണമെന്ന് വിശദമായി പ്രതിപാദിച്ചല്ലോ. പ്രഭാഷണത്തിലും യേശുക്രിസ്തു ഭാഗ്യാവസ്ഥ ആർക്കെല്ലാം ഉണ്ടാകുമെന്നും നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. ഇന്ന് ഞാൻ പറയുവാനും ചിന്തിക്കുവാനും ആഗ്രഹിക്കുന്ന വേദഭാഗം 41 സങ്കീർത്തനം 1 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന ദാവീദ് കാട്ടിത്തന്ന ഭാഗ്യവാനെയാണ്. അവനെ ദൈവം അനർത്ഥ ദിവസത്തിൽ വിടുവിക്കും എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. എന്താണ് ദാവീദ് ഉദ്ദേശിച്ചത്? 40 സങ്കീർത്തനം 4 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നവ അനുസരിക്കുന്നവനും ഭാഗ്യവാൻ എന്ന് പറയുന്നു. അതായത് യഹോവയെ തൻ്റെ ആശ്രയമാക്കിക്കൊള്ളുകയും നിഗളികളെയും വ്യാജത്തിലേക്ക് തിരിയുന്നവരെയും ആദരിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യനും ഭാഗ്യവാൻ എന്ന് പറയുന്നു. വീണ്ടും 128 സങ്കീർത്തനത്തിൽ പറയുന്നു, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ ഭക്ഷിക്കും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. യഹോവഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. നീ നിന്റെ മക്കളെയും മക്കളുടെ മക്കളെയും കാണും. ഇസ്രായേലിൻ്റെ സമാധാനം നിനക്കുണ്ടാകും. 1 സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ യഹോവയുടെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്നവനും ഭാഗ്യവാനാകും. നമ്മളുടെ ഈ ലോക ജീവിതത്തിൽ നമ്മൾ അറിയാതെ ആർക്കെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദൈവം അറിഞ്ഞിരിക്കും. നമുക്ക് പ്രയാസഘട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവം നമ്മെ അതിൽ നിന്ന് ലഘൂകരിച്ച് നമുക്ക് ആശ്വാസം നൽകും എന്ന വിശ്വാസമാണ് ദൈവജനത്തിനുണ്ടാകേണ്ടത്. ഏവർക്കും അനുഭവം അതായിരിക്കുമല്ലോ. ഈ എളിയവനെ ചെയ്യുന്നതെല്ലാം നിങ്ങൾ എനിക്ക് ചെയ്യുന്നതാകുന്നു എന്നും യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മൾ ചെയ്യുന്ന ഓരോ ദാനവും യഹോവയ്ക്ക് കടം കൊടുക്കുന്ന ധനമായി എണ്ണുന്ന ദൈവം അത് പലിശ സഹിതം തിരികെ നൽകുന്നവനാണ്. ദാവീദ് വലിയ രാജാവായിരുന്നപ്പോൾ നാഥാം പ്രവാചകൻ വന്ന് തൻ്റെ കുറ്റം ചൂണ്ടിക്കാട്ടിയപ്പോൾ അരമനയിൽ കടന്ന് കട്ടിൽ നനച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച പ്രാർത്ഥന 51 സങ്കീർത്തനമായി നാം പഠിക്കുന്നു. നമ്മുടെ എല്ലാ ആരാധനകളിലും കൂദാശകളിലും ഈ 51 സങ്കീർത്തന വായനയോടെയാണല്ലോ ആരംഭിക്കുന്നത്. ദാവീദിനെ പോലെ ഈ നോമ്പ് കാലത്ത് അനുതാപത്തോടും സങ്കടത്തോടും എളിയവനെ ആദരിക്കുകയും സഹായിക്കും കഴിയുവാൻ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും ഈ ലോക ജീവിതത്തിൽ ഭാഗ്യവാൻ എന്ന നാമം ലഭിക്കുവാൻ ഇടയാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ അവസരം ക്രമീകരിച്ചതിലുള്ള നന്ദി സ്നേഹവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്നേഹമുള്ള CA ജോൺ കാർത്തിയപ്പള്ളി.